कार्पण्यदोषोपगतस्वभावकवृच्छामतां धर्मसमूढचेतः श्रेयस्या निश्चितं ब्रूहि तन्मे शिष्यस्ते अहं शारिमां तां प्रपन्नम् ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. 5-ാം അധ്യായം സന്യാസയോഗമാണ് നമ്മൾ ഗീത 26-ാമത്തെ ശ്ലോകം വരെയാണ് ചിന്തിച്ച് നിർത്തിയത്. കാമക്രോധ വിയുക്താനാം യതീനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനം. കാമക്രോധങ്ങളിൽ നിന്നും മുക്തരായവരും മനസ്സിനെ അടക്കിയവരും ആത്മജ്ഞാനികളുമായിരിക്കുന്ന യതികൾക്ക് ആത്മാനന്ദം എങ്ങും നിറഞ്ഞിരിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർക്ക് മുക്തന്മാരാണെന്ന് താല്പര്യം. അതാണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ ജീവൻ മുക്തിഭാവം നമ്മൾ അനുഭവിച്ചറിയണം. പലരും വിചാരിച്ചിരിക്കുന്നത്, ഞാൻ ആവർത്തിച്ച് പറയും, എല്ലാവരും വിചാരിക്കുന്ന ജീവൻ മുക്തി എന്ന് പറയുന്നത് മരിച്ചിട്ട് കിട്ടേണ്ട ഒരു അവസ്ഥയെന്നാ. അല്ല, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ യതിയുടെ അവസ്ഥ, അതായത് ബ്രഹ്മനിഷ്ഠനായി ഇരുന്നു കൊണ്ട് അനായാസേന ജീവിതം നയിക്കാൻ സാധിക്കും. സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ദുഃഖരഹിതമായിട്ട് ജീവിതം നയിക്കുന്നതിനാണ് ജീവൻ മുക്തഭാവം എന്ന് പറയുന്നത്. ഇത് കർമ്മബന്ധനങ്ങൾ എല്ലാ തരത്തിലും ഉള്ളത് ഇല്ലാതെയായ കർമ്മശുദ്ധി വന്നാൽ മാത്രമേ ഈ ഒരവസ്ഥ ക്രിയേറ്റ് ആവൂ. അപ്പോഴാണ് ജീവൻ മുക്തി. ഭൗതികമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ആഗ്രഹങ്ങളും പിന്നെ വികാര വിചാരങ്ങൾക്ക്, അതാണ് കാമക്രോധ വിയുക്താനാം. കാമക്രോധാദികളിൽ മനുഷ്യനുണ്ടാകുന്ന അഷ്ടവികാരങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തനാകണം. അപ്പോഴാണ് ജീവൻ മുക്തിഭാവം കൈവരിക എന്നർത്ഥം. ആ ജീവൻ മുക്തഭാവം വന്നാൽ മാത്രം, അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ മുക്ത അവസ്ഥ നമ്മൾ അനുഭവിച്ചറിയണം. അപ്പോഴാണ് പിന്നെ ശരീരം ഏതവസ്ഥയിൽ ഉപേക്ഷിക്കപ്പെട്ടാലും പിന്നെ ശരീരം കർമ്മബന്ധനം ഇല്ലാതെ നേരിട്ട് ഈശ്വരനിലേക്കായിരിക്കും പോയി ചേരുക. അപ്പൊ ജീവൻ മുക്തഭാവത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അത് ദിവസവും നിത്യനൈമിത്ത കർമ്മത്തിൽ കുറേശ്ശെ ആ ജീവൻ മുക്തഭാവം അനുഭവിച്ചറിയാനാണ് നിത്യനൈമിത്യ കർമ്മത്തിൽ കുറേശ്ശെ ശരീരത്തെ അടക്കിയിരുത്തിക്കൊണ്ട് ധ്യാനം ശീലിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇനി അടുത്ത അധ്യായം തന്നെ ധ്യാനയോഗമാണ്. അതിലേക്ക് ഒന്ന് നമ്മളെ ഇരുത്തി പഠിപ്പിക്കുകയാണ് 27-28 ശ്ലോകങ്ങൾ. അതായത് ധ്യാനത്തിന് എങ്ങനെ ഇരിക്കണം, എന്താണ് പ്രീ കണ്ടീഷൻസ് എന്ന് പറയുന്നതാണ്. സകലത് ഉപേക്ഷിക്കുക. സന്യാസം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഒരാശ്രമത്തിൽ പോയിട്ട് വേഷം മാറി ദീക്ഷ എടുക്കലല്ല സന്യാസം. സകല ജീവൻ മുക്ത ഭാവത്തിലേക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും ഇരുന്നാൽ അവൻ സന്യാസിയാണെന്നർത്ഥം. സകലതും ബന്ധനങ്ങൾ, ശരീരബോധത്തെ പോലും വിട്ടിട്ട് ദേഹബോധത്തെ വിട്ടിട്ട് ദേഹിബോധത്തിൽ ഇരിക്കാൻ സാധിച്ചാൽ അത് സന്യാസമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രാക്ടീസ് ചെയ്യലാണ് ധ്യാനയോഗം ശീലിക്കുക എന്ന് പറയുന്നത്. അത് കുറേശ്ശെ ഞാൻ നിങ്ങൾക്ക് ശീലം ഉണ്ടാക്കി തന്നിട്ടൊക്കെ ഉണ്ട്. എത്ര പേര് ചെയ്യണ്ടെന്നൊക്കെ ചോദിച്ചാൽ അത് അവരവർ ഒന്ന് ആലോചിച്ച് നോക്കാം. ജപിക്കാൻ തുടങ്ങുന്നതിന് മുമ്പും ഇല്ലെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ഞാൻ കുറേ ദിവസം അത് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം അത് ശീലിക്കാൻ എന്താ വേണേ, അതാണ് ഇനി പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സ്പർശൻ കൃത്വ 26-27 ശ്ലോകം, 26 വരെയാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. ഇനി 27, 28, 29 ഈ 3 ശ്ലോകങ്ങളും ധ്യാനത്തിലേക്ക് കടത്തിവിടുക നമ്മളെ. അടുത്ത അധ്യായത്തിൽ ശരിക്കും ധ്യാനയോഗ ഭഗവാൻ പറയണം. അതിലാണ് പ്രീ കണ്ടീഷൻ മുഴുവൻ വിസ്തരിക്കുന്നത്. ഇവിടെ അടുത്ത അധ്യായത്തിലേക്ക് കടത്തിവിടുക. അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന ധ്യാനയോഗത്തെ ഈ ശ്ലോകങ്ങൾ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. സ്പർശം കൃത്വ ബഹിർബാഹു ചക്ഷു ശൈവാന്തര പ്രഭോ പ്രാണാപാവനോ സമോ കൃത്വ നാസ്യ അഭ്യന്തരാചരണോ യഥേന്ദ്രിയ മനോബുദ്ധൻ മുനിൻ മോക്ഷപരായണ വിഗതേശ ഭയക്രോധ യാ സദാ മുക്ത ഏവസ. ബാഹ്യാൻ സ്പർശാൻ ബഹി കൃത്വ
ബാഹ്യവിഷയങ്ങളെ പുറത്ത് നിർത്തിയിട്ട് ചക്ഷു ഭ്രുവോ അന്തരേ ഏവ ദൃഷ്ടിയെ പുരികങ്ങളുടെ മധ്യേ ഉറപ്പിച്ച് നാസ്യ അഭ്യന്തര ആചരണവും നാസാരന്ധ്രങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന പ്രാണവായുക്കളെ പ്രാണാപാനവും, അതായത് വായുവിൻ്റെ ഗതിവിഗതികളെ സമൗചകൃത്വ സമമാക്കിയിട്ട് യഥേന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയെ അടക്കിയവനും വിഗതേശ ഭയക്രോധ ഇച്ഛ, ഭയം, ക്രോധം ഇവയെ വെടിഞ്ഞവനും മോക്ഷപരായണ മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിയവനുമായിരിക്കുന്ന മുനി യാതൊരുവനാണോ സദാ ഏവ മുക്ത, അവൻ എപ്പോഴും മുക്തൻ തന്നെയാണ്. അപ്പൊ ജീവൻ മുക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നേടണം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്, അതിനുള്ള പ്രാക്ടീസാണ് ഈ പറഞ്ഞത്. അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന ധ്യാനയോഗത്തെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കുന്നു. ഏതൊരു മുനി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ബാഹ്യവിഷയങ്ങളെ ഉള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ പുറത്തു നിർത്തിയിട്ട് ദൃഷ്ടി ഭ്രൂമധ്യത്തിൽ, എങ്ങനെ ദൃഷ്ടി ഭൂമധ്യത്തിലേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ ഈ പൊട്ടുകൊടുത്ത ഭാഗമാണ് ഭ്രൂമധ്യം എന്ന് പറയുന്നത്. മനസ്സിന്റെ ശ്രദ്ധയെ കൊണ്ടുവരാം. മനക്കണ്ണാണ് ഇങ്ങോട്ട് എടുക്കേണ്ടത്, അല്ലെ പുറത്തുള്ള ഈ മാംസചക്ഷുക്കളെ എടുത്തിട്ട് അവിടെ വെക്കാനല്ല പറയുന്നത്. അപ്പം അതുകൊണ്ട് ഭ്രൂമധ്യത്തിൽ നമ്മുടെ മനസ്സിന്റെ ശ്രദ്ധ അവിടെ കേന്ദ്രീകരിക്കുക. നാസാദ്വാരങ്ങളിലൂടെ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്ന പ്രാണവായുവിനെയും അപാനവായുവിനെയും സമമാക്കി, അതായത് ശ്വാസം എടുക്കുന്നതും വിടുന്നതും ക്രമീകരിച്ച് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവയെ അടക്കിക്കൊണ്ട് ഇച്ഛ, ഭയം, ക്രോധ അവ ഇല്ലാത്തവനായിക്കൊണ്ട് ഭവിക്കുക. യാതൊരുവിധ ഇച്ഛയും മനസ്സിൽ വെക്കരുത്. നമ്മൾ ശരീരം കൊണ്ട് എഴുന്നേറ്റ് പോയില്ലെങ്കിലും വേണ്ട, എന്തെങ്കിലും മനസ്സിൽ തോന്നിയാൽ മതി. ഇന്നത് കിട്ടിയിരുന്നെങ്കിൽ, അവിടെ പോയിരുന്നെങ്കിൽ, ഇവിടെ പോയിരുന്നെങ്കിൽ, ഇരുന്നുകൊണ്ട് ചിന്തിക്കാം വേണമെങ്കിൽ, അല്ലേ? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോഴും നമുക്ക് മനസ്സുകൊണ്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിൽ ദൂരം സഞ്ചരിക്കാം. നിമിഷ നേരം കൊണ്ട് തിരിച്ചു വരാം. സ്വപ്നസൗധം പടുത്തുയർത്താം, അതേപോലെ തച്ചുടയ്ക്കാം. നിമിഷ നേരം കൊണ്ട് ഒരു കാവക്കാരും തടയില്ല. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഗുരുവായൂർ പോയി ശ്രീകോവിലിനകത്ത് കയറിയിട്ട് ഗുരുവായൂരപ്പനെ തൊട്ട് നമസ്കരിച്ച് പൂജിച്ച് വേണേൽ തിരിച്ചു വരാം. ഒരു ജയവിജയന്മാരും തടയില്ല. അത്ര ശക്തിയാ മനസ്സിന്. അപ്പം ആ മനസ്സിനെ യാതൊരുവിധ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇല്ലാതിരിക്കുന്നതിനാണ് മനസ്സിനെ നിയന്ത്രിക്കാമെന്ന്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്. നമ്മൾ പണ്ട് എന്തെങ്കിലും ഇന്ദ്രിയങ്ങളുടെ കുഴപ്പം എന്താ, കാഴ്ചയോ ഇല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ളതോ ഇതൊക്കെ ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ അങ്ങോട്ട് പോവും മനസ്സ് ചാടിപ്പോവും. കുരങ്ങൻ്റെ കൂട്ടാ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും, ആർക്കും അറിയാനും പറ്റില്ല. അപ്പം മനസ്സിനെ അടക്കണം. ഒന്നിൽ മാത്രം ആ മനസ്സിനെ അടക്കാനാണ് ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിക്കാൻ പറയുന്നത്. എന്തെങ്കിലും ഉപാധി സ്വീകരിക്കണമല്ലോ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അതിനാണ് ഉപാധി. വിഗ്രഹം വയ്ക്കുകയോ ഇല്ലെങ്കിൽ ആ വിളക്കിൻ്റെ നാളം മാത്രം ശ്രദ്ധിക്കുക. ഒരു 30 സെക്കൻഡ് കാണുക. വിഗ്രഹം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചിത്രം വയ്ക്കണമെന്നുണ്ടെങ്കിൽ 30 സെക്കൻഡ് കാണുക. അത്രയും സമയം കണ്ണടച്ചിട്ട് ആ കണ്ട ചിത്രമാണെങ്കിൽ ചിത്രം, ഏത് ദേവൻ്റെ ദേവിയുടെ ആയാലും, ഇല്ലേ വിളക്കിൻ്റെ നാളം മാത്രം 30 സെക്കൻഡ് കാണുക. അത്രയും സമയം കണ്ണടച്ചിട്ട് ഇത് ഭ്രൂമധ്യത്തിൽ കത്ത് നിൽക്കുന്നത് കുറച്ച് 1-2 ദിവസം പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത് പ്രകാശിക്കുന്നത് കാണണം. ആദ്യമൊക്കെ ഫ്ലാഷ് അടിച്ചു പോകും, ക്യാമറയുടെ ഫ്ലാഷ് മിന്നുന്ന പോലെ. പിന്നെ അത് നിങ്ങൾ പ്രാക്ടീസ് ദിവസവും തുടർന്നാൽ കത്തി നിൽക്കുന്നത് ബിന്ദു രൂപത്തിൽ വരെ കാണും. ഇനി ഫോട്ടോ വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയിലുള്ള ആടയാഭരണങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കും പ്രകാശ സ്വരൂപമായിട്ട്. അപ്പം അത് ദിവസം പ്രാക്ടീസ് ചെയ്യാനേ പറ്റൂ. വല്ലപ്പോഴും ഒരിക്കൽ ചെയ്തിട്ട് കാര്യമില്ല. പലരും ഉണ്ട്, യോഗ പഠിക്കും, ആർട്ട് ഓഫ് ലിവിങ്ങിൽ പോയിട്ട് അതും ഇതൊക്കെ പഠിക്കും. എന്നിട്ട് 6 മാസം കഴിഞ്ഞ് ചോദിച്ചാൽ എന്താന്ന് ചോദിച്ചാൽ, അതൊക്കെ വിട്ടു തിരുമേനിന്ന് പറയും. ഇങ്ങനെയായ കാര്യമൊന്നുമില്ല, അല്ലേ? സ്ഥിരമായിട്ട് വേണം. ഞാനിതിലേക്ക് വന്നതിന് ശേഷം 22 വർഷമായി. ഒരു ദിവസം പോലും മുടക്കിയിട്ടില്ല. എവിടെ ആയാലും ഈ ജപവും ധ്യാനവും ഒന്നും മുടക്കിയിട്ടില്ല. അതുകൊണ്ടാണ്
പുസ്തകം നോക്കാതെ തന്നെ ഗീത മുഴുവൻ പറയാൻ എനിക്ക് വേണം. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, നമ്മുടെ ശക്തി. അടുത്ത 6 അല്ലെ 7-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ ശരീരം എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. പഞ്ചഭൂതങ്ങളുടെ 5 ശക്തികൾ, അതോടൊപ്പം മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഇതാണ് അന്ധക്കരണം എന്ന് പറയുന്നത്. മനസ്സും ബുദ്ധിയും അഹങ്കാരവും അദൃശ്യമാണ്. എന്നാൽ ഈ പച്ചയായ ശരീരം ഇതിലെ കണ്ടൻസ് എന്തൊക്കെയാ? 24 ഘടകങ്ങൾ പ്രകൃതിയിലുള്ള ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി. അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ശരീരത്തിലുണ്ട്. അതിൽ നിന്നാണ് പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് കാഴ്ചശക്തി നൽകുന്നതും, കേൾക്കാൻ സാധിക്കുന്നതും, സ്വാദറിയാൻ സാധിക്കുന്നതും, സ്പർശിച്ചാൽ അതറിയുന്നതും, ഗന്ധമറിയാൻ സാധിക്കുന്നത്. ഈ പഞ്ചവിധ ശക്തികളൊക്കെ പ്രപഞ്ചത്തിൽ ആകാശം, അഗ്നി, വായു, ജലം അതിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നതെന്നർത്ഥം. അത് ആദ്യത്തെ സൃഷ്ടി തന്നെ ആകാശം, അഗ്നി, വായു, ജലം ആണ് ഭൂമി. ഇത് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ 50% അതേപടി നിലനിർത്തി ബാക്കി 50% ആട്ട കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് അതുകൊണ്ട് ആ ശരീരം ഉണ്ടാക്കിയേക്കണം. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം അതേപോലെ ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ കണ്ടൻസ് ഒന്ന് തന്നെയാണ്. അതിൽ അദൃശ്യമായിട്ട് ഈശ്വര ശക്തിയാണ് അന്ധക്കരണ ശക്തി എന്ന് പറയും. അതാണ് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അത് സ്ഥിതി ചെയ്യുന്നത് ആജ്ഞാചക്രത്തിലാണ്. അതുകൊണ്ടാണ് ഗീത റെക്കമെൻഡ് ചെയ്യുന്നത്. ബാക്കി പലരും യോഗികളൊക്കെ പറയും ഹൃദയത്തിൽ നിങ്ങൾക്ക് കേന്ദ്രീകരിക്കാം ശ്രദ്ധ, അല്ലെങ്കിൽ വിശുദ്ധി ചക്രത്തിൽ കേന്ദ്രീകരിക്കാം. ഈ 3 സ്ഥാനങ്ങളെ എല്ലാവരും പറയുന്നുള്ളൂ. പക്ഷേ ഭഗവാൻ യാതൊരു സംശയവുമില്ല ഭ്രൂമധ്യത്തിൽ തന്നെ എന്ന് പറയുന്നുണ്ട്. ഉത്തരഗീത പഠിക്കുകയാണെങ്കിൽ അതിൽ ഒന്നോടെ സ്പഷ്ടമാക്കി തരുന്നുണ്ട്. നമ്മുടെ ജീവൻ നിൽക്കുന്നത്, ഹൃദയസ്ഥാനം എന്ന് പറയുന്നത് ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിലാണ് മനസ്സ്. മനസ്സിലൊരു ബിന്ദു രൂപത്തിലാണ് ജീവൻ നിൽക്കുന്നത്. അതെവിടെയാ? ഭ്രൂമധ്യത്തിൽ. ഇവിടെ നമ്മൾ വെറുതെ കൈ ചലിപ്പിച്ച് നോക്കൂ, കുറച്ചു നേരം കഴിയുമ്പോൾ അത് മാഗ്നറ്റിക് പവർ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. നമ്മുടെ തോന്നലുകൾ, നമുക്ക് ആജ്ഞ കിട്ടുന്നത്, നല്ലതോ ചീത്തയായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഇപ്പോൾ നിങ്ങളോട് എണീക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എന്ന് ഓർത്ത് നിങ്ങൾ എണീക്കല്ല. നിങ്ങൾക്ക് എണീക്കണം എന്ന തോന്നലുണ്ടായാലേ നിങ്ങൾ എണീക്കും. ആ തോന്നൽ എവിടുന്നാ വരണേ? ആ ചക്രത്തിൽ. ഓരോന്നും നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും തോന്നണമെങ്കിലും ആ തോന്നലുണ്ടാക്കുന്നത് അതാണല്ലോ നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത്. എങ്ങോട്ട് പോകണം തോന്നുക, നാളെ എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പ്രീ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ തലേ ദിവസം, അല്ലേ? എന്താ ചെയ്യേണ്ടത്, നാളെ എന്താ ചെയ്യേണ്ടത്. ഇപ്പം പിന്നെ അത് നിരന്തരം അത് ചിന്തിച്ചുകൊണ്ട് കിടന്നാൽ രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടായിരിക്കും പ്രവർത്തിക്കുക. ധ്യാന അവസ്ഥിത തദ്ഗതേന മനസ്സാ എന്ന് ഗീതാ ധ്യാന ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, അല്ലേ? ധ്യാന അവസ്ഥിത തദ്ഗതേന മനസ്സാ. എന്താണോ നിങ്ങൾ നിരന്തരം ചിന്തിക്കുന്നത് അതനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ചിന്ത പോവുക. ചിന്ത എവിടെ പോകുന്നോ അതായിരിക്കും പറയുക. എന്താണോ പറയുന്നത് അതായിരിക്കും പ്രവൃത്തി. അതാണ് സദാ തദ്ഭാവഭാവിത. നിങ്ങൾ അതുകൊണ്ട് ബി പോസിറ്റീവ് എന്ന് എപ്പോഴും പറയുന്നത്. ഭഗവാനും ഗീതയുടെ ഏറ്റവും വലിയ മോട്ടിവേഷൻ പറയുന്നത് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ നല്ലതായി കരുതുക. അതാണ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞത്. കാരണം എന്താ, നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടായാലേ തിന്മയിലും നന്മയുണ്ട്, അല്ലേ? തെറ്റും ശരിയുണ്ട്. ഈ തെറ്റിനും ശരിക്കും മുകളിലൊരു ശരിയുണ്ട്. അത് കണ്ടെത്തണം, അത് അനുഭവിച്ചറിയണം. ഭൂതന അസുരി ഭാവ കൃഷ്ണനെ കൊല്ലാൻ വന്നതാ, അല്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചേ? ഭൂതനയ്ക്ക് മോക്ഷം കിട്ടി, ഭഗവാനുമായിട്ട് ടച്ച് കിട്ടിയപ്പം. മനസ്സിലായില്ലേ? ഏതൊക്കെ അസുരന്മാർ ഭഗവാനെ ഉപദ്രവിക്കാൻ വന്നോ അവർക്കൊക്കെ മോക്ഷം കിട്ടി. അവിടെയൊക്കെ സംഘദോഷമല്ല ഉണ്ടായത്, സംഘമോഷം ഉണ്ടായി. എന്നാൽ എത്ര കുട്ടികളെ കൊന്നിട്ടുണ്ട് ഇവർ, അസുരന്മാർ. എത്ര 10 വയസ്സ് 10 ദിവസത്തിനാണ് ജനിച്ച കുട്ടികളെ മുഴുവൻ കൊല്ലാൻ കുറേ അസുരന്മാരെ ഭഗവാൻ നിയോഗിച്ചു. എന്താ പറയുക, കംസൻ നിയോഗിച്ചു. എത്രയെത്ര അവസാനം കൃഷ്ണൻ്റെ അടുത്ത് വന്ന് മാത്രം ഈ കളി നടന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവൻ വലിച്ചെടുക്കുന്നു. അത് വെറുതെ വലിച്ചെടുക്കുകയല്ല ചെയ്ത, തല്ലി ചേർക്കുക. ഇത് ആ ശരീരം കത്തിച്ചിട്ട് വരെ അതിൽ നിന്ന് സുഗന്ധം ഉണ്ടായെന്ന് പറയും. മനസ്സിലായില്ലേ? പൂതനയുടെ ശരീരം വെട്ടിമുറുക്കി കത്തിച്ചപ്പോഴും അതിൽ നിന്ന് ചന്ദനത്തിൻ്റെ അഖിലിൻ്റെയൊക്കെ സ്മെല്ല് വന്നു. ആ പ്രദേശം മുഴുവൻ, വൃന്ദാവനം മുഴുവൻ വ്യാപിച്ചു. അപ്പം നിന്മയിലും തിന്മയിലും നന്മ കണ്ടില്ലേ അവിടെ? അതാണ് ബി പോസിറ്റീവ്. നമ്മൾ നിരന്തരം എന്താണോ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ പോസിറ്റീവ് സംഭവിക്കും. നെഗറ്റീവ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാലോ അത് ശരിയല്ല, ഇത് ശരിയല്ല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഈ കുട്ടികളെയൊക്കെ നശിപ്പിച്ച് കളയുന്നതാണ് നമ്മുടെ ഈ ആറ്റിറ്റ്യൂഡ്. നമ്മൾ കുട്ടികളെ എന്തെങ്കിലും ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ കുട്ടികൾ കേട്ടോണ്ടിരിക്കണം, എന്നാലും വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കണ്ട. മനസ്സിലായില്ലേ?
നിങ്ങൾ അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട് പോരുത് അതെടുക്കരുതെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് നിങ്ങളുടെ ആബ്സെൻസിൽ അതെടുക്കാനുള്ള ടെൻഡൻസി എടുക്കരുത്. അങ്ങോട്ട് അത് നിങ്ങളുടെ ആബ്സെൻസ് എടുത്ത് നോക്കിയിരിക്കും, യാതൊരു സംശയമില്ല. എന്താ അത് എടുക്കരുതെന്ന് പറഞ്ഞേ? ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞാലോ അങ്ങോട്ട് പോകാനുള്ള ഇൻട്രസ്റ്റ് കൂടും. ഈ കൊറോണയൊക്കെ എന്തുകൊണ്ടാണെന്നറിയാം ഇത്രയധികം വ്യാപിച്ച്? എല്ലാവരും സംശയാത്മാ വിനശ്യതി. ഒരാൾക്ക് വന്നാൽ എനിക്ക് വരുമോ എന്നുള്ള പേടിച്ച് എല്ലാവരും നിരന്തരമായിട്ട് കൊറോണയെ പറ്റി തന്നെ ചിന്തിക്കലും. അപ്പം എന്താ അത് വന്ന് ഭവിക്കും. ഒന്നും എളുപ്പത്തിൽ ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ജലദോഷം വന്നു എന്ന് വിചാരിക്കാം. അപ്പം എനിക്ക് വരുമോ എന്ന് സംശയിച്ചാൽ മതി. അതിൻ്റെ വൈറസ് നിങ്ങളുടെ മനസ്സിൽ കയറും. ആ വൈറസ് കയറിക്കഴിഞ്ഞാൽ പിന്നെ പ്രാണമയ കോശത്തിൻ്റെ, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഓറാന്ന് പറയും, 1 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റർ വരെ പ്രാണമയ കോശത്തിൻ്റെ ഒരു ജീവൻ്റെ ഒരു പ്രഭാവലയുണ്ട്. ഈ യഥാർത്ഥ വൈറസ് ഈ ശരീരത്തിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ വലിച്ചകത്തിടും. എന്താ കാരണം? മനസ്സിൽ ആദ്യം കയറി കഴിഞ്ഞു. അതുകൊണ്ട് പുറത്ത് വന്നാൽ പ്രാക്ടിക്കലി അതിനെ പിടിച്ച് അകത്തേക്ക് ആകർഷണ ശക്തി കൂടും. അകത്ത് കയറിയാൽ പിന്നെ സംശയമില്ല, 24 മണിക്കൂറിനകം സിംറ്റംസ് തുടങ്ങും. ജലദോഷത്തിൻ്റെ സിംറ്റംസ് വരും. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്നസെന്റിന് എങ്ങനെ ക്യാൻസർ വന്നേന്ന്, അത് കഴിഞ്ഞ് ഭാര്യയ്ക്ക് എങ്ങനെ ക്യാൻസർ വന്നു? വെറുതെ സംശയിച്ചുള്ളൂ. പാലിറ്റി എന്താ പറഞ്ഞേ, ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ പോവായിരുന്നു. പാലിറ്റി കെയർ എന്താ പറയാ, പാലിയേറ്റീവ് കെയർ. ഈ ഇന്നസെന്റ് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ അതിനൊക്കെ പോവായിരുന്നു, ഫണ്ട് കൊടുക്കുമായിരുന്നു, അങ്ങനെ ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്തിരുന്ന. അപ്പോൾ ക്യാൻസർ രോഗികളൊക്കെ ശുശ്രൂഷിക്കാനും ഷിഫ്റ്റ് ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ട് ആശുപത്രിയിൽ കൊണ്ട്. അങ്ങനെ പോയപ്പം നിരന്തരമായിട്ട് ഇദ്ദേഹത്തിന് ഒരു സന്ദർഭത്തിൽ തോന്നി എനിക്ക് വരുമോ എന്ന് സംശയിക്കാൻ തുടങ്ങി. അവസാനം വന്നു. അത് കഴിഞ്ഞ് തൻ്റെ ട്രീറ്റ്മെൻറ്റും കീമോയും അതും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനി എങ്ങാനും ആലീസിനും വരുമോ, എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ചാണ് ശ്രീമതിയെ കൊണ്ടുപോയി അവിടെ ലൈസോറിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് അവസാനം ഫൈനൽ റിസൾട്ട് വന്നപ്പം ഭാര്യയ്ക്കും ക്യാൻസർ. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അനുഭവം പറയണ ഇതാണ് സദാ തദ്ഭാവഭാവിത. എന്നാൽ ഇതേ ക്യാൻസറിനെ കരിച്ചുകളാം വിത്തൗട്ട് എനി കീമോ, വിത്തൗട്ട് എനി റേഡിയേഷൻ. എങ്ങനെ കരിക്കാം? നിങ്ങളുടെ മനസ്സ് സ്ട്രോങ് ആയാൽ മതി. വിൽ പവർ. വെൻ ദെയർ ഈസ് എ വിൽ ദെയർ ഈസ് എ വേ. എനിക്കിതൊന്നും വരില്ല എന്ന് ഉറപ്പിച്ചാൽ മതി. വരില്ല. സദാ തദ്ഭാവം. അവരും വരുന്ന വിചാരിച്ചുകൊണ്ടിരുന്നാൽ വന്നു ഭവിക്കും. നിങ്ങൾ എന്താണോ ഭാവിക്കുന്നത്, സദാ ഭാവിക്കുന്നത്, അത് സംഭവ്യമായി മാറും. എല്ലാ ഭാവങ്ങളും എന്നിൽ നിന്നുണ്ടായതാണെന്ന് ഭഗവാൻ വിഭൂതി യോഗം പറയുന്നുണ്ട്. അപ്പം ആ ഭാവം ഈശ്വരീയമാക്കി ആത്മബോധത്തിൽ ഉറക്കാനാണ് ഈ ധ്യാനം ശീലിക്കാൻ പറയുന്നത്. അതാണ് എങ്ങനെ ഇരിക്കണ്ടേ? ഏതൊരു മുനി മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കണം. നമുക്ക് പരമായ ലക്ഷ്യമുണ്ടായിരിക്കണം ജീവിതത്തിന്. ആ പരമമായ ലക്ഷ്യം തീരുമാനിച്ചാൽ കർമ്മം അതിലേക്ക് നയിക്കണം. ലക്ഷ്യം തീരുമാനിച്ചാൽ മതി, കർമ്മം അതിലേക്ക് നയിക്കും, യാതൊരു സംശയമില്ല. നിങ്ങൾ ഗുരുവായൂർക്ക് പോകണം തീരുമാനിച്ചാൽ നിങ്ങൾ അടുത്തു നിന്നോ വലത്തു നിന്നോ വണ്ടിക്കോ വള്ളത്തിനോ നടന്നോ, നിങ്ങളുടെ ലക്ഷ്യം പരമമാണെങ്കിൽ നിങ്ങൾ അവിടെ എത്തിയിരിക്കും, അല്ലേ? അപ്പോൾ ഇവിടെ എത്തണമെന്ന് തീരുമാനിച്ചു, അല്ലേ? വന്നില്ലേ ഇവിടെ? ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അതൊക്കെ ലക്ഷ്യപ്രാപ്തിയിലെത്തി. പിന്നെ എന്താ ലക്ഷ്യം തീരുമാനിച്ചാൽ നമ്മൾ സത്കാര്യം, നല്ല കാര്യത്തിനാണ് ലക്ഷ്യമിടുന്നതെന്നുണ്ടെങ്കിൽ അതിന് ക്ലേശങ്ങളാണ്, പഞ്ചവിധ ക്ലേശങ്ങളുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഈ ക്ലേശം സ്വിച്ചിട്ട് ആ കാര്യം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്യം സാധിക്കാൻ സാധിക്കില്ല. ഈ ലക്ഷ്യമില്ലാതെ പോകുന്നവർക്ക് ജീവിതം വ്യർത്ഥമാവുകയും ചെയ്യും. അപ്പം ഭൗതികമായിക്കോട്ടെ, നിങ്ങളൊരു ഇന്ന ആളാകണം തീരുമാനിച്ചാൽ മതി, അതായിരിക്കും. അനുഷ്ഠാനങ്ങൾ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട്, അല്ലേ? എങ്ങനെ വിവേകാനന്ദ സ്വാമികളായത്? അല്ലേ? ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറില്ല. എങ്ങനെയാണെന്നറിയോ? ഉറക്കം തൂങ്ങുന്നത് എങ്ങനെയാ?
നീ ഇവിടെ മുമ്പിൽ വന്നിരിക്കും, ഇല്ലെങ്കിൽ ഉറങ്ങി. പറയണ കേട്ടോളൂ, എന്നാലേ എവിടെ വേണമെങ്കിലും ഇരുന്നോ. കേക്കണ്ടോ? അവിടെ ഇരിക്കുന്നോടെ ഇരുന്നോട്ടെ. യഥായിച്ച തഥാ ഒരു കേട്ടാ മതി ശ്രദ്ധയോടെ. അവനിടയ്ക്കിടയ്ക്ക് അവനെ മർമറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പിറുപിറുപിറാന്ന് പറയുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 4ാം ക്ലാസ്സിൽ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ടീച്ചർ ഈ കുട്ടികളോടല്ല, ക്ലാസ്സിലുള്ള കുട്ടികളോടൊക്കെ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടായി കഥ പറയേണ്ടത്, ഞാൻ പല പ്രാവശ്യം ഇവരെയൊക്കെ ഇപ്പോൾ കേൾപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവരെത്ര പ്രാവശ്യം കേട്ടാലും മറന്നു പോകും. അങ്ങനെ ഒരു ഗുണമുള്ളതുകൊണ്ട് എത്ര കേട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ക്ലാസ് ടീച്ചർ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളൊക്കെ വലുതായിട്ട് ആരാകാനാ ഇച്ഛിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും കുട്ടികൾ 10-30 കുട്ടികളുണ്ട്. അവരോടൊക്കെ ചോദിച്ചു. ഓരോരുത്തർ പറഞ്ഞു ചിലർ ടീച്ചറാകണം, ചിലർ ഡോക്ടറാകണം, എൻജിനീയർ ആകണം. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എനിക്ക് ഇന്ന ആളാണ്, ഇന്ന ആ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താകണമെന്ന് ചിലർക്ക് ഒന്നും പറയാൻ അറിയില്ല. ചിലർ പറഞ്ഞു, ചിലർ മിണ്ടാതിരുന്നു. ഇങ്ങനെയൊക്കെ പല ചോദ്യോത്തരങ്ങൾക്ക് അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട്, അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ചുകൊണ്ട് പറഞ്ഞു. ഒരു കുട്ടി മിണ്ടാതിരുന്നു, ആൺകുട്ടിയായിരുന്നു. ആ ടീച്ചറുടെ അടുത്ത് ചെന്നിട്ട് ടീച്ചർ ചോദിച്ചു, എന്താ നിനക്ക് ആരാകണ്ടേന്ന് ചോദിച്ചു. എനിക്കിതൊന്നും ആകണ്ട, എനിക്കൊരു കുതിരവണ്ടിക്കാരനായാൽ മതി. കുതിരവണ്ടിക്കാരനായാൽ മതി എന്നുണ്ടെങ്കിൽ നീ അച്ഛനോടും അമ്മയോടും ഒരു കുതിരവണ്ടി മേടിച്ചു തരാൻ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ, എന്തിനാ സ്കൂളിലേക്ക് വന്നേന്ന് ചോദിച്ചു. അപ്പൊ ടീച്ചറും അവനെ കളിയാക്കി. കൂടെ ഉണ്ടവർ കുതിരവണ്ടിക്കാരനാകാൻ വേണ്ടിയിട്ടാണ് സ്കൂളിലേക്ക് വന്നേക്കണം, എല്ലാവരും കൂടി കളിയാക്കാൻ തുടങ്ങി. അവസാനം എല്ലാവരും കൂടെ പ്രഷറൈസ് ചെയ്ത് കളിയാക്കി ഈ കുട്ടി കരയാൻ തുടങ്ങി. എന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോഴും കരഞ്ഞോണ്ടാണ് വീട്ടിൽ പോണത്. അവിടെ ചെല്ലുമ്പോൾ അമ്മ നോക്കി നിൽക്കുമ്പോൾ ഈ കുട്ടി കരഞ്ഞോണ്ടാണ് വരണേ. പിന്നെ അമ്മ ആ കുട്ടിയെ എടുത്തിട്ട് കരച്ചിലൊക്കെ മാറ്റി, എന്തിനാ നീ കരയണേ, ഇത് സ്കൂളിൽ എന്താ ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ, അത് ടീച്ചർ തല്ലിയോ, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പിന്നെ അമ്മയോട് കാര്യം പറഞ്ഞു. ടീച്ചർ ഞങ്ങളോട് എല്ലാവരോടും ആരാകണം എന്ന് ചോദിച്ചു. എല്ലാ കുട്ടികളും അത് പറഞ്ഞു, ഇത് പറഞ്ഞു, ഡോക്ടറാകണം, എൻജിനീയർ ആകണം, ടീച്ചറാകണം, പൈലറ്റ് ആകണം, പട്ടാളക്കാരനാകണം, ഇങ്ങനെ ഓരോരുത്തരും അവരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോന്ന് പറഞ്ഞു. എന്നോട് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുതിരവണ്ടിക്കാരനായാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുതിരവണ്ടിക്കാരനായാൽ മതി എന്നുണ്ടെങ്കിൽ എന്തിനാ നീ സ്കൂളിലേക്ക് വന്നേ, അച്ഛനും അമ്മയോടും പറഞ്ഞിട്ട് കുതിരവണ്ടി മേടിച്ചാൽ മതി. ഇങ്ങനെ എല്ലാവരും കൂടി കളിയാക്കി എന്നെ കരയിപ്പിച്ചതാന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു, നിനക്ക് കുതിരവണ്ടിക്കാരനായാൽ മതി എന്നുണ്ടെങ്കിൽ നീ കുതിരവണ്ടിക്കാരനായാൽ മതി, അതിനെന്തിനാ കരയണേ. പക്ഷെ വെറും ഒരു കുതിരവണ്ടിക്കാരനായാൽ പോരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയിട്ട് പൂജാമുറി പോയിട്ട് ഗീതാചിത്രം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വെറുതെ കുതിരവണ്ടിക്കാരനായ പോലാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ ദാ ഈ ചിത്രത്തിൽ കുതിരവണ്ടിക്കാരനായിട്ടാ നിൽക്കുന്നത്, നീ അതുപോലെ ഒരു കുതിരവണ്ടിക്കാരനാകണം എന്ന് പറഞ്ഞു. ആ കുട്ടി വലുതായിട്ട് അതേപോലെ ഒരു പാർത്ഥസാരഥിയായി. ആ കുട്ടി ആരായിരുന്നു എന്ന് പറയോ? സാറ് പറയരുത് കേട്ടോ, കുട്ടികൾ പറയും. ആരായിരുന്നു? അപ്പൊ ഗീത കിടക്കുന്നുണ്ട് ഉള്ളിൽ, ഇല്ലെങ്കിൽ ഈ ഉത്തരം പറയാൻ സാധിക്കില്ല. വിവേകാനന്ദ സ്വാമികളായിരുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നരേന്ദ്രൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പിന്നീട് അമ്മയാണ് ഇൻസ്പിറേഷൻ കൊടുത്തത്. അമ്മ അല്പമെങ്കിലും ഗീത പഠിക്കുകയും ചിത്രം എന്താണെന്നും മനസ്സിലാക്കിയിട്ടില്ലേ, എന്നെങ്കിലല്ലേ. അതാണ് മാതൃദേവോഭവ എന്ന് പറഞ്ഞു. മാതൃഭാഷ പറയാൻ പഠിപ്പിക്കുന്ന, അമ്മയെന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ അമ്മ തന്നെയല്ലേ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് കണ്ടോ, ഇത്രയും കേട്ടപ്പോൾ അവൻ മുമ്പിൽ വന്നിരുന്നു. എൻ്റെ ലക്ഷ്യം അതായിരുന്നു. നിനക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന കസേരയിൽ നീ തന്നെ വന്നിരുന്നു. ആദ്യം വരാൻ മടിച്ചതല്ലേ, അല്ലേ? കഥ കേട്ടപ്പം വന്നിരിക്കാൻ തോന്നി, അല്ലേ? ഇതാണ് ഓൺലൈൻ ആണെങ്കിലും എന്നോട് ഹരിയോം പറഞ്ഞ എൻ്റെ ഗുണ. എൻ്റെ അമ്മയുടെ കൂട്ട ഹരിയോം. അപ്പം ഓൺലൈനിൽ ഹരിയോം പറഞ്ഞ് ഇപ്പം നേരിട്ട് ഹരിയോം പറയാൻ വന്നില്ലേ. എൻ്റെ അമ്മയെ ക്രിക്കറ്റ് കാണുമായിരുന്നു, ഒരു ചുക്കും അറിയില്ല, 80 വയസ്സ്. എന്നിട്ട് ക്രിക്കറ്റ് ടി വിയിൽ തുടങ്ങിയ അമ്മ വന്നിട്ട് തുടങ്ങിയാന്ന് ചോദിച്ചിട്ട് വരും. എന്നിട്ട് പോയി കിടന്നുറങ്ങുമോ, ഇല്ലെങ്കിൽ ഉറക്കമൊന്നും വരില്ല, എന്നാലും പോയി കിടക്കും, ഇല്ലേ അവിടുന്നൊക്കെ പോവും.
അത് കഴിഞ്ഞ് കൃത്യമായിട്ട് സമ്മാനം കൊടുക്കാറാകുമ്പോൾ ഇടയ്ക്ക് വന്ന് ചോദിച്ചു, സമ്മാനം കൊടുക്കാറായോ? അത് വലിയ ഇഷ്ടമാണ് കാണാൻ. ട്രോഫി കൊടുക്കണത് ആരാ ജയിച്ചതെന്നൊന്നും ചോദിക്കില്ല, സമ്മാനം കൊടുക്കാറായോ, അപ്പോൾ ഒന്ന് കാണാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന വിത്തിട്ട് കൊടുക്കുന്ന ഇനി ഇതുപോലെയുള്ള കഥകളുണ്ട് എൻ്റെ അടുത്ത്. ഇനി അബ്ദുൽ കലാം സാഹിബ് മുസ്ലിം ആയിരുന്നു, എന്നിട്ടും എങ്ങനെയാ രാഷ്ട്രപതിയും സയന്റിസ്റ്റും ഒക്കെ ആയതെന്നറിയോ? അറിയോ? ഒരു മുസ്ലിമാ എന്നിട്ട് പോലും എങ്ങനെയായി? ഇദ്ദേഹം സയന്റിസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ എന്താ പറഞ്ഞ വിക്രം സാരാഭായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സയന്റിസ്റ്റ് ആയിട്ട് ആകാൻ വേണ്ടിയിട്ട് അവിടെ പഠിക്കുന്ന സമയത്ത് ചെന്നൈയിൽ ദിവസവും വൈകുന്നേരം ബീച്ചിൽ കറങ്ങാൻ പോകും. ഇവിടെ കേൾക്കൂ, പുസ്തകമൊക്കെ മടക്കി വെക്കും. അപ്പോൾ ദിവസവും കറങ്ങാൻ പോകും. ഒരു ദിവസം കറങ്ങാൻ പോകുമ്പം ഒരു വയസ്സായ ആള് ഇതുപോലെ ഒരു ഗീതയുടെ പുസ്തകവും കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. 90 വയസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഈ അബ്ദുൽ കലാം സാഹിബ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, അങ്ങ് എന്ത് പുസ്തകം വായിക്കണേ എന്ന് ചോദിച്ചു. ഇത് ഭഗവത്ഗീതയാന്ന് പറഞ്ഞു. ഈ വയസ്സാം കാലത്ത് വേറൊന്നുമില്ലേ പഠിക്കാൻ? ഭൗതികമായിട്ട് ഭഗവത്ഗീതയൊക്കെ പഠിച്ചിട്ട് എന്താ ചെയ്യാനാ? നീ ഒരു പ്രാവശ്യം അങ്ങനെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചിരിച്ചോണ്ടാ ചോദിച്ചത്. ഞാൻ എന്തിനാ വായിക്കണത്? ഞാൻ സയന്റിസ്റ്റ് ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എവിടെയാ പഠിക്കണേ? വിക്രം സാരാഭായി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് സയന്റിസ്റ്റ് ആകാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ഭൗതിക ഇതിലൊന്നും, ഞാൻ ഖുറാനും വായിക്കില്ല, ഗീതയും വായിക്കില്ല, ഇതിലൊന്നും നിസ്കരിക്കാനും പോകാറില്ല, എനിക്കിതിലൊന്നും വിശ്വാസമില്ല. ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വല്ലതും ഭൗതികമായിട്ട് എന്തെങ്കിലും പഠിച്ചാൽ നമുക്ക് സയന്റിസ്റ്റോ എന്താ ആകാൻ ഉദ്ദേശിച്ചാൽ അതാകാൻ പറ്റും. അങ്ങനെയാ, എന്നാൽ ശരി, നീ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ. കുറേ നേരം ഇവർ തമ്മിൽ തർക്കവും വിതർക്കങ്ങളൊക്കെ ഉണ്ടായി. അപ്പം ഇദ്ദേഹം വിട്ടു, നീ നിൻ്റെ ഇഷ്ടത്തിന് പഠിച്ചോ, എന്താ വേണ്ടേ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, എന്താ ആകേണ്ടതെന്ന് വെച്ചാൽ ആയിക്കോ. പിന്നെ ഇപ്പം തർക്കിക്കാനൊന്നും ഓർത്തില്ല, അദ്ദേഹം ഡ്രോപ്പ് ചെയ്തു ഈ വിഷയം. എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. നീ നിൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചോ, കുഴപ്പമില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ 2 പട്ടാള വണ്ടി അവിടെ വന്നു നിന്നു. എന്നിട്ട് കുറച്ച് പട്ടാളക്കാർ ഇറങ്ങി വന്നിട്ട് ഇദ്ദേഹത്തെ കൈ പിടിച്ച് ഒരു വണ്ടിയിൽ കൊണ്ടിരുത്തി, പട്ടാളക്കാരുടെ വണ്ടിയിൽ. മറ്റേ വണ്ടിയിൽ വന്ന സെക്യൂരിറ്റി ആയിരുന്നു, ഇദ്ദേഹത്തിന് കാവലിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി പൈലറ്റായിട്ട് വന്നവരാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയി വണ്ടി കൊണ്ട് ഇരുത്തണ കണ്ടപ്പം ഇത്രയൊക്കെ സെക്യൂരിറ്റിയൊക്കെ കൊടുത്തുകൊണ്ട് ഈ വയസ്സായ ആളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ആരാ, എന്താ എന്ന് പറഞ്ഞ് ജിജ്ഞാസ കൊണ്ട് ഈ അബ്ദുൽ കലാം സാഹിബ് വണ്ടിയുടെ പിന്നാലെ ഓടി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് യഥാർത്ഥത്തിൽ ആരാന്ന് ചോദിച്ചു. അപ്പോഴും അദ്ദേഹം ചിരിച്ചു. വീണ്ടും ചോദിച്ചു, അല്ല അങ്ങ് യഥാർത്ഥത്തിൽ ആരാ? ഇത്രയും സെക്യൂരിറ്റിയൊക്കെ കൂടി പട്ടാളക്കാരൊക്കെ കാവൽ നിന്നെടുത്തും വിളിച്ചോണ്ടൊക്കെ പോകണമെങ്കിൽ എന്തെങ്കിലും അങ്ങ് ആരാന്ന് ചോദിച്ചു. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയണമെന്ന് ചോദിച്ചു. അറിയണം. നീ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ പഠിക്കുന്നത് അവിടുത്തെ എൻ്റെ പേരിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ വിക്രം സാരാഭായി ആണെന്ന്. വീണ് കടന്ന് നമസ്കരിച്ചു. മനസ്സിലായില്ലേ? നീ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണോ സയന്റിസ്റ്റ് ആകാൻ പഠിക്കുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ്റെ പേരിലാണ്. നീ എന്നെ പറ്റി നീ അന്വേഷിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആരാന്ന്, ഞാൻ എന്തിനാ ഗീത പഠിച്ചതെന്ന് നീ കണ്ടെത്താൻ പറഞ്ഞു. ആ ഇൻസ്പിറേഷൻ കൊണ്ടാണ് അബ്ദുൽ കലാം സാഹിബ് ഗീത പഠിക്കാൻ തുടങ്ങി. ഏറ്റവും വലിയ സയൻറ്റിസ്റ്റായിട്ട് മാറിയെന്ന് മാത്രമല്ല, രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപതി വരെയായി. അബ്ദുൽ കലാം സാഹിബിൻ്റെ പുസ്തകങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ, പ്രസംഗങ്ങൾ കേട്ടു നോക്കുള്ളൂ. ഇന്നും നെറ്റിലും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. അവിടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം പോലും ഗീത കോട്ട് ചെയ്യാതെ ഉണ്ടാവില്ല. ഗീതയിൽ പറയുന്നുണ്ട്, നഖി കശിക്ഷണം ജാതിസ്തത്തെ കർമ്മകൃത്, ജനിച്ചാൽ മരണം വരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് സാക്ഷാത്കരിച്ചു. പ്രസംഗിച്ചുകൊണ്ട് നിന്നിട്ടാണ് വീണു മരിച്ചത്. ഒരാശുപത്രിയും പോയി കിടന്നിട്ട് മൂക്കിലും വായും ട്യൂബ് കയറ്റിയിട്ടല്ല കിടന്ന് മരിച്ചത്. ഇതേപോലെ ആരാ ഗീത പഠിച്ചത്? മഹാത്മാഗാന്ധി. ആ സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോഴാണ് ഗീത പഠിച്ചിട്ട് അത് പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങി. കർമ്മയോഗം അനുഷ്ഠിച്ചു. ഭാരതത്തിൽ വന്നിട്ട് സ്വാതന്ത്ര്യം നേടിത്തന്നത് ആരാ?
അദ്ദേഹമായിരുന്നു ഏറ്റവും വലിയ കർമ്മയോഗി. ഇത് മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ പോയിട്ട് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നിട്ടും അദ്ദേഹം ഹേ രാം എന്ന് ഉച്ചരിച്ചുകൊണ്ട് ആ ശരീരം തേച്ച്. നമ്മുടെ സ്വഭാവത്തിനാണെങ്കിലേ നമ്മൾ ആ വെടിവെച്ചവൻ്റെ കഴുത്തിന് പിടിക്കാൻ പോകും അല്ലേ? ആരടാ എന്നെ വെടിവെച്ചത്? മരിക്കാൻ പോവുകയാണെങ്കിൽ അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് മരിക്കാമെന്ന് വിചാരിക്കും അല്ലേ? മഹാത്മാഗാന്ധി അതിനൊന്നും പുറപ്പെട്ടില്ല. ഹേ രാം എന്ന് ഉച്ചരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വീണ് മരിച്ചു. ആ വെടിവെച്ച ആളെ തൊഴുക ചെയ്തു. വിവേകാനന്ദ സ്വാമികൾ തന്നെ രാമകൃഷ്ണ ഈശ്വരനെ തേടി നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട്, പഠിത്തമൊന്നും മുഴുവനാക്കിയൊന്നും അറിയില്ല, ഏതായാലും പാർത്ഥസാരഥി ആയല്ലോ. എന്തായാലും ഇദ്ദേഹം ഈശ്വരനെ അന്വേഷിച്ച് നടക്കുക. ഈശ്വരനുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ രാമകൃഷ്ണ പരമഹംസൻ്റെ അടുത്ത് ചെന്നപ്പം അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നീ ഈശ്വരനെ തേടി വന്ന ആളാ? അതെ, ഞാൻ എന്നിൽ തന്നെ ഈശ്വരനെ കാണുന്നുണ്ട്, പിന്നെന്താ എന്നെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു. പിന്നെന്താ കാണിച്ചു തരാം. ആദ്യം ചെയ്തത് എന്താണെന്നറിയോ രാമകൃഷ്ണ പരമഹംസൻ? ഈ കുട്ടിയെ കൊണ്ടുപോയിട്ട് പഞ്ചദ്രവ്യങ്ങൾ കൂട്ടി പൂജിക്കുക ചെയ്യും. നീ ഈശ്വരനാണെന്ന് പറയും. നിങ്ങൾക്ക് ഈശ്വരനെ കാണണോ? നിങ്ങൾ ആദ്യം ഈശ്വരനായി മാറണം. അപ്പോൾ ഈശ്വരനെ കാണാം. ഈശ്വരൻ്റെ കണ്ണുകൊണ്ടാണ് നിങ്ങൾ കാണുന്നത്. ആ ബോധം നമുക്കുണ്ടായിരിക്കണം. ഈശ്വരൻ്റെ ചെവി കൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. കണ്ണിൻ്റെ കണ്ണായിട്ട്, കാതിൻ്റെ കാതായിട്ട്, വാക്കിൻ്റെ വാക്കായിട്ട്, പ്രാണൻ്റെ പ്രാണനായിട്ട് എന്താണ് നമ്മുടെ ശരീരത്തിൽ വർത്തിക്കുന്നത്? അത് ഈ ശരീരത്തിൽ വസിക്കുന്നവൻ തന്നെയാണ് ഈശ്വരൻ. അത് ബോധ്യം വരാനാണ് ധ്യാനം ശീലിക്കാൻ പറയുന്നത്. അത് ഹൃദയസ്ഥനായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ പമ്പ് ചെയ്യുന്ന ഹൃദയമല്ല ഈശ്വരനിരിക്കുന്ന സ്ഥാനം. ആജ്ഞാചക്രത്തിലാണ്. ആജ്ഞാചക്രത്തിലാണ് മനസ്സിരിക്കുന്നത്. മനസ്സിലെ ബിന്ദു രൂപത്തിലാണ് നമ്മുടെ ജീവൻ നിൽക്കുന്നത്. അതുകൊണ്ട് അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധ്യാനം ശീലിക്കണം. നട്ടല് നിവർത്തിയിരിക്കുക, ചിന്മുദ്രയിലിരിക്കുക, എന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. മാംസചക്ഷുസുകളെ കൊണ്ട് ഒരിക്കലും ഈശ്വരനെ കാണാൻ പറ്റില്ല. മനക്കണ്ണു തുറന്നാലേ ഈശ്വരനെ കാണാൻ പറ്റും. അതിനാണ് കണ്ണടച്ചിരുന്നിട്ട് ഭ്രൂമധ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ബിന്ദു രൂപത്തിൽ ആദ്യം ഉപാധി സ്വീകരിക്കാം, പിന്നെ ഉപാധി ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. വിഗ്രഹമോ വിളക്കോ ഒന്നും ബാഹ്യമായിട്ടൊന്നും ഇല്ലാതെ തന്നെ ഇത് പ്രകാശിക്കാൻ തുടങ്ങുന്നത് വരെ ധ്യാനം ശീലിക്കണം. അതിനാണ് പറയുന്നത്. അടുത്ത അധ്യായത്തിൽ വിവരിക്കാൻ പോകുന്ന ആ ധ്യാനയോഗത്തെ ഈ 2 ശ്ലോകത്തിലൂടെ സൂചിപ്പിക്കുന്നു. അപ്പൊ ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ എന്താ എളുപ്പം? വെറുതെ ഇരിക്കുക, നട്ടല് നിവർത്തിയിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, എന്നിട്ട് ആ മനസ്സിൻ്റെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് ഈ ശ്വാസത്തിൽ ഒരു ഫോഴ്സൽ ബ്രീത്ത് ഒന്നും എടുക്കരുത്. സാധാരണ പോലെ ശ്വാസം വന്നു പോകുന്നത് ശ്രദ്ധിക്കുക. അതാണ് പ്രാണ അപാന വായുവിനെ. അതായത് നമ്മൾ എടുക്കുന്ന ശ്വാസത്തെയാണ് പ്രാണൻ എന്ന് പറയുന്നത്. പുറത്തേക്ക് വിടുന്നതിനെ അപാന വായു എന്ന് പറയും. ഗുരുവായൂരപ്പനെ നിങ്ങൾ കണ്ടിട്ട് വന്ന ഗുരുവായൂരപ്പൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? എന്താ ഗുരുവായൂരപ്പൻ? ആരാ ഗുരുവായൂരപ്പൻ? ആരാ ഗുരുവായൂരപ്പൻ? എന്നാ ഗുരുവായൂരപ്പൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? മഹാത്മ്യമൊന്നുമല്ല, ഗുരുവുമായും കൂടെ പ്രതീക്ഷിച്ചു, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. അതൊക്കെ ഭൗതികമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കഥകളാണ്. നമ്മുടെ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ, പ്രാണനാണ്. ആ പ്രാണൻ ഈ ശരീരത്തിൽ നിൽക്കുന്നത് നമ്മുടെ ശ്വാസഗതി കൊണ്ടാണ്, വായു. അപ്പോൾ ഗുരു പ്രാണൻ ശ്വാസം എടുക്കുകയും വിടുന്നത് കൊണ്ടാണ് പ്രാണനിലാണ് ജീവൻ നിൽക്കുന്നത്. പ്രാണനാണ് ജീവൻ, അത് തന്നെയാണ് ഗുരു. ആ പ്രാണാപാനക്രിയ നടക്കുന്നത് എവിടെയാ? നമ്മുടെ ശരീരമാകുന്ന ഊരിൽ. അപ്പോൾ ഗുരുവായി, വായുവായി, ശരീരം ഊരാണ്. അത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്ന ബോധം. ആദ്യം എന്താ തോന്നുക? നമുക്ക് ജീവനുണ്ടെങ്കിൽ ആദ്യം എന്താ? ഞാൻ എന്ന് പറയും അല്ലേ? എൻ്റെ എന്ന് പറയും. ഈ അഹംബോധമാണ് അപ്പൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആരാ ഗുരുവായൂരപ്പൻ? ആരാ ഗുരുവായൂരപ്പൻ?
പിന്നെ സംശയാത്മാ വിനശതി. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഗുരുവായൂരപ്പൻ. നമ്മൾ ഓരോരുത്തരും തന്നെയാണ് ഗുരുവായൂരപ്പൻ. പക്ഷെ അത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞുകൊണ്ട് നടക്കരുത്, ബോർഡൊന്നും എഴുതിക്കൊണ്ട് നടക്കരുത്, ഞാൻ ഗുരുവായൂരപ്പനാണെന്നും പറയാനൊന്നും പോകണ്ട, ഭ്രാന്താന്ന് ചിത്രീകരിക്കും. കാരണം എല്ലാവരും ഈ ബോധമുള്ളവരുണ്ട്. അതുകൊണ്ട് അവനവന് ബോധ്യം വന്നാൽ മതി. ഞാൻ ഈശ്വരൻ എന്ന് പറഞ്ഞ ആരാ? ഈ ശരീരത്ത് വസിക്കുന്നവനാണ് എൻ്റെ ഈശ്വരൻ എന്ന് പറഞ്ഞത്. അത് പ്രാണനായിട്ടിരിക്കുന്നു. അതാണ് ഗുരു നമ്മുടെ. അപ്പം അതിനെ സാക്ഷാത്കരിക്കാനാണ്. അത് നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ അതിനെ അടിച്ചൊതുക്കി വെച്ചിരിക്കുക, കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുക. നമ്മളിപ്പോൾ ചെറിയൊരു ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം വച്ചിട്ട് നമ്മൾ അതിനെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ മാലയും പൂവൊക്കെ കൊണ്ടുവന്നിട്ട് ആ വിഗ്രഹം കാണുമോ? പിന്നെ കാണുമോ? അതേപോലെ ബിന്ദു രൂപത്തിലാണ് നമ്മുടെ ജീവൻ ശരീരത്തിരിക്കുന്നത്. നമ്മുടെ ജീവൻ്റെ വലിപ്പം എത്രയാണെന്നറിയോ? നമ്മുടെ ശരീരത്തിലെ ഒരു രോമാഗ്രം എടുത്തിട്ട് അതിനെ 1000 കഷ്ണങ്ങളാക്കി മുറിക്കാം. അതിലൊരംശമാണ് ജീവൻ. ഇത് ഒരു ആനയിലുള്ളതും ഒരു ഉറുമ്പിലുള്ളതും ഒരു ബാക്ടീരിയയിലുള്ളതും നമ്മുടെ ശരീരത്തുള്ളതും ഈ 84 ലക്ഷം തരം ജീവജാലങ്ങളിലും ഉള്ളത് പ്രാണൻ്റെ വലിപ്പത്തിലേ ഉള്ളൂ. ഈ പ്രാണനാണ് മൈക്രോസ്കോപ്പ് ഹോൾ ബോഡി CT സ്കാൻ നടത്തിയാൽ പോലും കാണാൻ പറ്റാത്ത സാധനമാണ്. ഇതിരിക്കുന്നത് ആജ്ഞാചക്രത്തിലാണ്. ആ ആജ്ഞാചക്രവും നമുക്ക് വ്യക്തമായിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യുന്ന അറിയാം. അതിലാണ് മനസ്സിൻ്റെ സ്ഥാനം. ആ മനസ്സെന്ന് പറയുന്നത് 6ാമത്തെ ഇന്ദ്രിയമാണ്. ഇന്ദ്രിയങ്ങളിൽ മനസ്സ് ഞാനാകുന്നു എന്ന് ഭഗവാൻ വിഭൂതി യോഗത്തിൽ തന്നെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. മനസ്സും അവ്യക്ത സ്വരൂപ, അതും കാണാൻ പറ്റില്ല. ബുദ്ധിയും അവ്യക്ത സ്വരൂപ, ആത്മാവും അവ്യക്ത സ്വരൂപ. അഹംബോധം ഉണ്ടാക്കി തരുന്ന ആത്മാവും ഈ ബിന്ദു രൂപത്തിലിരിക്കുന്ന സാധനമാണ്. ഇത് 3 സ്ഥിതി ചെയ്യുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്ന ആത്മബോധമാണ്. ഇത് 3 സ്ഥിതി ചെയ്യുന്നത് ഒറ്റ സ്ഥാനത്താണ്. എവിടെയാണ്? ഭ്രൂമധ്യത്തിൽ, ആജ്ഞാചക്രത്തിലാണ് സ്ഥിതി ചെയ്യുന്ന. ഇതെന്നാ ഇവിടെ ഇരിക്കണ്ടേ എന്ന പർട്ടിക്കുലർ സ്ഥാനം ഇതാണ്. എന്നിട്ട് ഓൾ ബോഡി CT സ്കാൻ എടുത്തിട്ട് ഈ തലയുടെ തന്നെ സ്കാൻ ചെയ്ത് നോക്കൂ, കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ അതുകൊണ്ട് തന്നെ അതില്ലെങ്കിൽ ഞാനില്ല, ഒന്നുമില്ല. പിന്നെ നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിലല്ലേ, ആത്മബോധം ഉണ്ടെങ്കിലല്ലേ ഈ കസേരയുണ്ട്, മേശയുണ്ട്, മൈക്കുണ്ട്, ഞാനുണ്ട്, നിങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ ജീവനില്ലെങ്കിലോ, ഈ ബോധം നമുക്കില്ലെങ്കിലോ ഒന്നുമില്ല. എന്നാ ഈ മൈക്കിന് ബോധമുണ്ടോ? ഞാൻ മൈക്കാണെന്ന്. ഈ കസേരയ്ക്ക് ബോധമുണ്ടോ? ഞാൻ കസേരയാണ്, എൻ്റെ മുകളിലാണ് നിങ്ങൾ ഇരിക്കണേന്ന് പറയുമോ? എന്നാൽ വെയിറ്റ് കൂടിയായിരുന്ന ആളെ കസേര പൊട്ടുകയും ചെയ്യും. ഇല്ലേ? വെയിറ്റ് കൂടിയ ആളിരുന്നാൽ അതിൻ്റെ കാല് ചിലപ്പോൾ പൊട്ടിപ്പോവും. എന്ന് വെച്ചിട്ട് ഞാൻ പൊട്ടനാന്ന് പറയുമോ കസേര? അപ്പൊ നമുക്ക് മാത്രമേ ജീവജാലങ്ങളും മറ്റ് ജീവജാലങ്ങൾക്കും പട്ടി പറയാറുണ്ടോ ഞാൻ പട്ടിയാകും? നമ്മൾ തന്നെ മക്കളോട് തന്നെ പറയും, സ്വന്തം അച്ഛൻ വിളിക്കണ. ഞാൻ ഇതൊക്കെ അയൽവക്കത്തു നിന്ന് മക്കളെ ചീത്ത പറയുന്ന കേട്ടിട്ടാ ഞാനിത് പഠിച്ചത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ആ അമ്മ ആ കുട്ടിയെ ഞാൻ പച്ചയ്ക്ക് പറയാ, ആ കുട്ടിയോട് ദേഷ്യം വന്നിട്ട് പറയാം, നായിൻ്റെ മോനെന്ന്. അപ്പൊ നായാരാ? ആ കുട്ടിയോട് പറയാ നായിൻ്റെ മോനെന്ന് വിളിച്ചാൽ നായാരപ്പം? വിളിച്ച ആളല്ലേ. ഇതുകൊണ്ട് പട്ടാളത്തിലായിരുന്നപ്പം ഒരു പോലീസുകാരൻ, പട്ടാളക്കാരൻ, എൻ്റെ സീനിയർ ഓഫീസർ, ഞാൻ പ്രിൻസേഴ്സ് സൈഡിൽ വർക്ക് ചെയ്യുമ്പോഴേ ഈ പട്ടാളക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്, ആദ്യം ഹിന്ദി പറയാൻ പഠിപ്പിക്കുന്നത് തെറി പറയാനാണ് പഠിപ്പിക്കുക. ട്രെയിനിങ് കാലത്ത് തന്നെ അങ്ങനെയാണ്. ഹിന്ദി കൈകാര്യം ചെയ്യാൻ ആദ്യം പഠിക്കണത് തെറി പറയാനാണ്, ബാക്കിയുള്ളവരെ ചീത്ത വിളിക്കാനാണ് പഠിപ്പിക്കുക. അപ്പം നമ്മളത് കേട്ടിട്ട് നമ്മളിത് പഠിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സീനിയർമാർ വിളിക്കണ തും ഗതാവോ എന്ന് പറയും, നീ കഴുതിയാന്ന് പറയും, അല്ലേ? ഞാൻ സീനിയർ വാറന്റ് ഓഫീസറുടെ റാങ്കിലെത്തിയിട്ടും മേജർ ഓഫീസറിൻ്റെ അടുത്ത് ചെന്ന് ഒരു ഫയലും കൊണ്ട് ചെന്നപ്പം അത് ആ ഫയലെടുത്ത് ദേഷ്യം വന്നിട്ട് എൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു, തും ഗധ എന്ന് പറഞ്ഞു, നീ കഴുതിയാന്ന് പറഞ്ഞു. സോറി സാർ, ഒരു ഗതയ്ക്കല്ലേ സാർ ഒരു ഗതയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അന്ന് ഗീതയൊന്നും ഇത്രയൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഏക് ഗധ കൊയ് ഏക് ഗധ സംസക്ത ഹൈ, ഹേയ് വാട്ട് ആർ യു ടോക്കിംഗ്, ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. അപ്പം ഞാൻ പറയാതെ തന്നെ അയാളെ കഴുതയെന്ന് വിളിച്ചു.
ഒരു ഗതയ്ക്കല്ലേ ഒരു ഗതയെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു മടിയനല്ലേ ഒരു മടിയനെ മനസ്സിലാക്കാൻ പറ്റൂ. ഒരു കള്ളനല്ലേ ഒരു കള്ളനെ മനസ്സിലാക്കാൻ പറ്റൂ. ആ വാക്ക് കേട്ടതിന് ശേഷം ആ ഓഫീസർ ഒരിക്കലും പിന്നെ ആരെയും കഴുതേന്ന് വിളിച്ചിട്ടില്ല. അന്നേരം എന്നോട് ദേഷ്യം വന്നു, എന്നെ പുറത്താക്കിയെന്നേ ഉള്ളൂ. പക്ഷേ അതേ ഓഫീസർ ആ യൂണിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ പോണതിന് മുമ്പ് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാരണം ഒരു ഭൂത ബംഗ്ലാവ് സാധാരണ ബംഗ്ലാവാക്കി മാറ്റി. ഞാൻ ഭൂതത്തെ ഒഴിവാക്കി കൊടുത്തു. എന്ന് മാത്രമല്ല, ആരും കയറാത്തിരുന്ന ആ ബംഗ്ലാവിൽ 10-24 മുറിയുണ്ട്. ബ്രിഗേഡിയറൊക്കെ താമസിച്ചിരുന്ന മുറി ആരോ അതിനകത്ത് തൂങ്ങി മരിച്ചു എന്നും പറഞ്ഞിട്ട് ആ താക്കോല് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നിട്ടും ആരും അവിടെ പോകാൻ പേടിച്ചിട്ട് കിടന്നിരുന്ന ആൾ. താക്കോല് എനിക്ക് തരാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി താമസം തുടങ്ങി. അന്നൊക്കെയാണ് ശരിക്ക് ഗീതയുടെ ഒരു തുടക്കം എന്നൊക്കെ പറയണേ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴാണ്. എന്തായാലും അവിടെ ഒറ്റയ്ക്ക് ഞാൻ പോയി താമസിക്കാൻ തുടങ്ങി. പാമ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട്. പാമ്പ് എന്നെ വന്ന് പ്രദക്ഷിണം വെച്ച് പോയിട്ടുണ്ട് അതിനകത്ത് താമസിക്കുമ്പോൾ. ഇതൊന്നും പ്രശ്നമല്ല. ഏതായാലും ഒരു 2 മാസത്തിനകം വേറെ 1-2 പേരെ കൂടെ അവിടെ ഒന്ന് താമസിക്കാൻ തുടങ്ങി, എന്നോടൊപ്പം താമസിക്കാൻ തുടങ്ങി. എന്തിനു പറയുന്നു, ആ വർഷം ആനുവൽ ഫങ്ഷൻ, ആ യൂണിറ്റിൻ്റെ ഫങ്ഷൻ ഈ ബംഗ്ലാവിൽ വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്യുമ്പം ഇങ്ങനെയുള്ളവരാണ് പട്ടാളത്തിൽ വേണ്ടതെന്ന് പറഞ്ഞത്. കഴുതയെന്ന് വിളിച്ച ആളാ. നീ കഴുതയാന്ന് പറഞ്ഞ ആളാ. മനസ്സിലായില്ലേ? ഈ ദേഷ്യം വന്നാലേ ഗീതയെ പിന്നെ പഠിക്കുമ്പോഴാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണേ എന്താ പറയുന്നത്. ഇപ്പം ഈ അമ്മ കുട്ടിയെ വിളിച്ചതും നായൻ്റെ മോനെ എന്ന് വിളിച്ചത് ദേഷ്യം വന്നിട്ട് പറഞ്ഞതാ. പക്ഷെ യഥാർത്ഥ മീനിങ് മനസ്സിലാക്കിയില്ല. അത് മനസ്സിലാക്കിയ ഒരിക്കലും വിളിക്കും. അത് നമ്മളെന്താ പറയണെന്നുള്ള ബോധം വേണ്ടേ? അപ്പൊ ധ്യായതോ വിഷയാൻ പുംസക സംഘശേഷു ഉപജായതേ സംഘ സംജായതേ കാമാൽ കാമാൽ ക്രോധോ വിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രഹ സ്മൃതി ഭംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശ്യതി എന്ന് ഭഗവാൻ ഈ ഒരു എഫക്റ്റിന് പറഞ്ഞിട്ടുണ്ട്. എന്താ, നമുക്ക് എത്ര ജ്ഞാനിയായിരുന്നാലും വേണ്ടില്ല, ഏതെങ്കിലും വിഷയത്തിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓർമ്മശക്തി നഷ്ടപ്പെടും, ഉണ്ടായിരുന്ന അറിവ് നഷ്ടപ്പെടും. പിന്നെ വായിന്ന് വീഴുന്നത് എന്താണെന്ന് അറിയില്ല. എന്ത് കൈ കിട്ടിയാലും വേണ്ട, ചിലപ്പം പ്രതിയോഗിക്കിട്ട് കൊടുക്കും. അത് വെച്ചിട്ട് ഇതാണ് ദേഷ്യം വന്നാലുള്ള കുഴപ്പം. അതുകൊണ്ട് ദേഷ്യം വരാതെ ഇരിക്കണം, ദേഷ്യം വരാതെ നോക്കണം. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാമക്രോധ വിയുക്താനാം ഏതിനാം യഥചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനം എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വികാരവിചാരങ്ങൾക്ക് അടിമയാകാതിരിക്കണം. അടിമയായാൽ അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് അവനവൻ തന്നെ അവനവൻ്റെ നാശത്തിന് കാരണമായി ഭവിക്കും. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? കൗണ്ടിങ് ഡൗൺ ചെയ്യുക, അനങ്ങാതിരിക്കുക. എന്നിട്ട് 100 മുതൽ താഴേക്ക് 0 വരെ എണ്ണുക. അപ്പോൾ 0-ൽ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ ദേഷ്യവും 0 ആയിട്ടുണ്ടാകും. തെറ്റിക്കാതെ എണ്ണണം. മനസ്സിലായില്ലേ? കൗണ്ടിങ് ഡൗൺ. അതുകൊണ്ട് ഭോക്താരം ഇനി ഈ നട്ടല് നിവർത്തിയിരിക്കണം. എങ്ങനെയൊക്കെ ഇരിക്കേണ്ടതെന്നുള്ളതൊക്കെ അടുത്ത അധ്യായത്തിൽ പറയണേ. നട്ടല് നിവർത്തിയിരിക്കണം. പൂർവ്വമത്വത്തിൽ മാത്രം വെച്ച് മറ്റ് ചിന്തകളൊന്നും ഇല്ലാതെ ഈശ്വരനെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ധ്യാനം. ആരെ ചിന്തിക്കേണ്ടതെന്നും കൂടെ പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമർച്ചതി. യജ്ഞതപസാം, ഭോക്താരം യജ്ഞതപസാം, എല്ലാ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും സർവലോക മഹേശ്വരം, സർവലോകങ്ങൾക്കും മഹേശ്വരനായിട്ടും സർവഭൂതാനാം സുഹൃതം, സർവജീവികൾക്കും സുഹൃത്തായിട്ടും മാം ജ്ഞാത്വ, എന്നെ അറിഞ്ഞിട്ട് ശാന്തി മൃച്ഛതി, ശാന്തിയെ പ്രാപിക്കുന്നു. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഫലം അനുഭവിക്കുന്നവനായിട്ടും സകല ലോകങ്ങൾക്കും മഹേശ്വരനായിട്ടും എല്ലാ ജീവികളുടെയും സുഹൃത്തായിട്ടും എന്നെ ആരറിയുന്നുവോ ആ യോഗി ശാന്തിയെ പ്രാപിക്കുന്നു. ധ്യാനയോഗി ആരെയാണ് ധ്യാനിക്കേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കേണ്ടത്. അപ്പം ഈ സർവലോക മഹേശ്വരനായിരിക്കുന്ന, ലോകത്തിന് നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൃഷ്ടിയുടെ വ്യവഹാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിരിക്കുന്നതെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ഓടി നടക്കണം? ആ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ ഇല്ലാത്തതല്ല,
നിങ്ങൾ ഇല്ലാത്തത് കണ്ടെത്താൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ ഈ ഓരോരുത്തർ ഭൗതികമായിട്ട് ഗലീലിയോ അത് കണ്ടെത്തി, ഇത് കണ്ടെത്തി, അത് കണ്ടുപിടിച്ചു, ഈ കണ്ടുപിടിച്ചു എന്നാ പറയണത്, ഇല്ലാത്തത് ഉണ്ടാക്കി എന്നല്ല പറയണത്. എവിടെയോ അറിഞ്ഞിരുന്ന് ഇവരൊക്കെ കണ്ടുപിടിച്ചു എന്നല്ലേ ഉള്ളൂ. ഭാഗവതത്തിൽ എത്രയും മുമ്പ് ഭൂഗോള വർണ്ണനയുണ്ട്. ഭൂഗോള വർണ്ണന എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി ഉരുണ്ടതാണെന്ന് ഗലീലിയ കണ്ടുപിടിച്ചേ. അതിനു മുമ്പേ എത്രയോ പേര് കണ്ടുപിടിച്ചു. ഇവരും കണ്ടുപിടിച്ചത് ഇപ്പോഴാന്നേ ഉള്ളൂ. അനേക കോടി ബ്രഹ്മാണ്ട ജനനീന്ന ശാസ്ത്രം പറയുന്നത്. അപ്പൊ ഓരോ ഗ്രഹങ്ങൾ കണ്ടുപിടിച്ചു. ആ ഗ്രഹം കണ്ടെടുത്തു, ഈ ഗ്രഹം മറിഞ്ഞിരിക്കണ കണ്ടുപിടിച്ചു എന്നേ പറയുള്ളൂ. ഇല്ലാത്തത് ആർക്കാ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കണേ? അപ്പൊ ഇതിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ഈ ശരീരത്ത് നമ്മുടെ ജീവനായിട്ട് വർത്തിക്കുന്നു എന്ന് ധ്യാനത്തിൽ ഉറപ്പിക്കണം. നിങ്ങൾ പുറത്തന്വേഷിച്ച് നടന്നാൽ കിട്ടില്ല, എവിടെ പോയാലും കിട്ടില്ല. മാംസചക്ഷുസുകളെ കൊണ്ട് ഇന്ന് വരെ ആരും കണ്ടിട്ടില്ല. അഥവാ ഈശ്വരനെ കണ്ടു എന്ന് വാദിക്കുന്നവരുണ്ടെങ്കിൽ അത് വെറും ഭ്രമമാണ്. കാരണം മാംസചക്ഷുസുകളെ കൊണ്ട് ഈശ്വരനെ ഒരിക്കലും കാണാൻ പറ്റില്ല. മാംസ ചെവി കൊണ്ട് ഈശ്വരന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല. പക്ഷെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് ഈശ്വരന്റെ സ്ഥൂല രൂപമാണ്. നമ്മൾ എവിടെ ഇരുന്നാലും ഇപ്പൊ എത്ര ദൂരെ ഇരിക്കുന്നവരുണ്ട്, കോഡ്ലെസ്സിൽ ഞാനിവിടെ നിന്ന് സംസാരിക്കുന്ന അവിടെ കേൾക്കുന്നില്ലേ? എങ്ങനെ കേൾക്കുന്നു? ഇതാണ് ഈശ്വരന്റെ മഹേശ്വരത്വം. നമ്മളിത് ടെക്നോളജി ഉപയോഗിച്ച് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. എവിടുന്ന് കണ്ടുപിടിച്ചു? ഈ പ്രകൃതി ഇല്ലാത്ത ഈ ശബ്ദം, ആകാശം ഉണ്ടായപ്പോൾ തന്നെ ശബ്ദവും പ്രകടമായി. ഈ ശബ്ദത്തെ വഹിച്ചുകൊണ്ട് നടക്കാനുള്ള കഴിവ് ഈ ആകാശത്തിനുണ്ട്. ആകാശത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്താ? ഈ സൂക്ഷ്മമായിരിക്കുന്ന പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമാണ്. ആ സൂക്ഷ്മമായിരിക്കുന്ന ശബ്ദം ആണ് ആകാശത്തിന്റെ ഗുണം. അത് ഈശ്വരന്റെ സ്ഥൂല രൂപമാണ്. ഇത് നമുക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കും. ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ആകാശത്തിന്റെ ഗുണം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടല്ലേ. അഗ്നിയുടെ ഗുണം സ്വരൂപം, അഗ്നിയുടെ രൂപം. നമുക്ക് ശരീരത്തിന് ഒരു രൂപം ഉണ്ടെങ്കിൽ ആ രൂപത്തെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഒരു ചൂടുണ്ടെങ്കിൽ ഈ ചൂട് എവിടുന്ന് കിട്ടി? അഗ്നിയാണ്. ആ അഗ്നി നമ്മുടെ ശരീരത്തില്ലേ? ഇത് ചൂട് കുറഞ്ഞാൽ പ്രശ്ന, കൂടിയാലും പ്രശ്ന അല്ലേ? ജലം നമ്മുടെ ശരീരത്തില്ലേ? ജലത്തിന്റെ 2/3 ഭാഗം ജല, ഭൂമിയിൽ 2/3 ഭാഗം ജല. ഈ ജലത്തിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പൊ സ്കൂളിൽ സയൻസ് പഠിച്ചിട്ടില്ലേ? H2O. കുറച്ച് H2O ഞാൻ ബാഗിലാക്കി തരാം. വെള്ളം തരാൻ പറ്റുമോ? എനിക്ക് പറ്റുമോ? വെള്ളം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? മഴ പെയ്യണം. ജലത്തിലെ രസത്തിലാ ജീവൻ നിൽക്കുന്നത് കാണിച്ചു തരാനാ മത്സ്യാവതാരം കാണിച്ചത്. ആ ജലത്തിൽ നിന്ന് ജീവനെ എടുത്ത് പുറത്തിട്ടാൽ പെടഞ്ഞു മരിക്കും. ഇതാ മത്സ്യാവതാരത്തിലൂടെ കാണിച്ചു തന്നത്. അത് കുറച്ചുകൂടെ അപ്ഗ്രേഡേഷൻ കിട്ടിയപ്പം അടുത്ത അവതാരം എന്താ? ആമ. ആമയ്ക്ക് എന്താ പ്രത്യേകത? അതിന് ജലത്തിലും വസിക്കാം, കരയിലും വസിക്കാം. ആ പ്രതിസന്ധി ഘട്ടത്തിൽ അതിൻ്റെ 5 ഇന്ദ്രിയം അകത്തേക്ക് വലിച്ചിട്ടാ പിന്നെ എടുത്തെറിഞ്ഞാലും പ്രശ്നമല്ല അതിന്. അപ്പൊ അതിന്റെ സുരക്ഷയ്ക്കും കവചമുണ്ട് അതിന്, ഇല്ലേ? ഇങ്ങനെ 10 അവതാരവും നമ്മൾ എടുത്താൽ 10 വിധ സൃഷ്ടിയുടെ പ്രോസസ്സാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഈശ്വരൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പിച്ചാൽ ആ ലോകമഹേശ്വരൻ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താകും, ഏറ്റവും വലിയ ബന്ധുവാകും. അത് ഉയർത്തിക്കൊണ്ട് വന്നെങ്കിൽ ഏറ്റവും വലിയ ശത്രുവാണ്. എങ്ങനെ ശത്രുവാകാം? നിങ്ങൾ പോയിട്ടേ അമ്പലത്തിൽ പോയിട്ട് ശത്രു സംഹാരം പുഷ്പാഞ്ജലി നേർന്ന് കഴിക്കാൻ പോയി എന്ന് വിചാരിച്ചു. ഭഗവാൻ ആദ്യം ഏത് ശത്രുവിനെ ഇല്ലാതെയാക്കാൻ പറയും? ഏത് ശത്രുവിനെ? പ്രഥമ ശത്രുവിനെ. നമ്മൾ ഒരാൾ ശത്രുവാണ്. ശത്രു സംഹാരത്തിന് പുഷ്പാഞ്ജലി കഴിച്ചാൽ നമ്മുടെ ശത്രു നമ്മൾ കണ്ടെത്തിയെങ്കിൽ നമ്മൾ ആർക്കെതിരായിട്ട് പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്ന ആ വ്യക്തിയുടെ ശത്രു ആരായിരിക്കും? നമ്മളല്ലേ? ആണോ? പരസ്പര ശത്രുതയാണല്ലോ ശത്രുത നിലനിർത്തുന്നത്. അപ്പൊ നമ്മുടെ ശത്രു ആരായിരിക്കും? വേണ്ട, ഞാൻ വിരൽ ചൂണ്ടിയിട്ട് ദാ നിങ്ങളോട് പറയാതെ ഇതെൻ്റെ ശത്രുവാന്ന് പറയുമ്പം ഈ 3 വിരൽ എൻ്റെ നേരെ ആയിരിക്കണം. ഇവിടെ ഭഗവാൻ സാക്ഷിയാ. അപ്പൊ ആ ശത്രുത്തെക്കാളും 3 ഇരട്ടി ശത്രു തിന്മ എന്നിലുണ്ടെങ്കിലേ ഒരു ശത്രുവിനെ നമുക്ക് കാണാൻ പറ്റും.
അതേ വിരൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന വ്യക്തി നല്ല ആളാന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിലെ നന്മ എനിക്ക് കണ്ടെത്തണമെങ്കിൽ ആ വ്യക്തിയേക്കാൾ 3 ഇരട്ടി നന്മ എന്നിൽ ഉണ്ടാകണം. അപ്പം ശത്രു സംഹാരം കഴിച്ചാൽ ഭഗവാൻ ആദ്യം നമ്മളിലുള്ള ശത്രുത്തെ ഇല്ലാതെയാക്കും. നമ്മുടെ ശത്രു ഇല്ലാതെയായാൽ പിന്നെ എല്ലാം ശത്രുവും മിത്രമായില്ലേ, പിന്നെ സുഹൃത്തായി. ഭഗവാനെ ഉപാസിച്ചാൽ ഭഗവാനായിരിക്കും നിങ്ങളുടെ സുഹൃത്തായിട്ട് മാറുക. പിന്നെ ശത്രു ഉണ്ടോ, മിത്രമുണ്ടോ? പിന്നെ നന്മയുണ്ടോ, തിന്മയുണ്ടോ? പിന്നെ പുണ്യമുണ്ടോ, പാപമുണ്ടോ? പിന്നെ ജനനമുണ്ടോ, മരണമുണ്ടോ? അത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് 5-ാമത്തെ അവസാനിക്കണേ. അപ്പോൾ അടുത്ത അധ്യായത്തിലേക്ക് അത് ഒന്നുകൂടെ ഉറപ്പിക്കുന്നത്, ധ്യാനയോഗി ആരെയാണ് ധ്യാനിക്കേണ്ടത്, ബാക്കിയുള്ള വിഷയങ്ങൾ. നിങ്ങൾ എന്താണോ ഇന്ന് നിരന്തരം നാളെ കടയിൽ പോയിട്ട് ഇന്നത് വാങ്ങണം, മാർക്കറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് പ്ലാൻ ചെയ്ത് കിടന്നാൽ രാത്രി കിടക്കുന്നത് വരെ നിങ്ങളുടെ വാസനാബലം നാളെ പോയിട്ട് ഇന്നത് വാങ്ങണം, ഇല്ല ഇന്ന സ്ഥലത്ത് പോകണം, നിരന്തരം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ വാസനാബലത്തിലാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങളത് വാങ്ങാനായിരിക്കും പോവുക. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു പോകും. ധ്യാന അവസ്ഥിത തദ്ഗതേന മനസ്സ് പോയാലോ പിന്നെ അതിൻ്റെ പിന്നാലെ ശരീരം പോകും. അപ്പം അതുകൊണ്ട് ആ നമ്മളിലുള്ള അദൃശ്യമായിരിക്കുന്ന ഈശ്വരശക്തി നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മുടെ ഇല്ലാത്തതല്ല കണ്ടുപിടിക്കാൻ പറയുന്നതും ഉപാസിക്കാൻ പറയുന്നതും, നമ്മളിൽ തന്നെയുള്ള ആത്മശക്തിയെ ഉപാസിക്കൂ. അത് സാക്ഷാത്കരിച്ചാൽ ആ ശക്തി തന്നെ നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തും ഏറ്റവും വലിയ ഈശ്വരനും. ആ ശക്തി എന്താ? ഈ ലോകമഹേശ്വരനാണ്. അപ്പൊ ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനം ശീലിക്കൂ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്യാസയോഗോ നാമ 5-മോധ്യായം. അതായത് നമ്മൾ ഈ ഓടി നടന്ന് പണിയെടുക്കുമ്പം ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും 10, 20 മിനിറ്റോ 15 മിനിറ്റെങ്കിലും നമ്മുടെ ശ്വാസഗതിയെ ശ്രദ്ധിച്ച് തന്നെ, വേറൊന്നും നിങ്ങൾ ലക്ഷ്യമാക്കണ്ട. എനിക്ക് ഈശ്വരനെ കാണണമെന്നോ ഈശ്വരനെ സുഹൃത്താക്കണമെന്നോ ഒന്നും വിചാരിക്കണ്ട. വെറുതെ ഇരുന്നിട്ട് കണ്ണടച്ചിരിക്കുക, എന്നിട്ട് ഈ ശ്വാസഗതിയെ മാത്രം വന്നു പോകുന്നത് ശ്രദ്ധിക്കുക. സാക്ഷിഭാവത്തിൽ നമ്മൾ പുറത്ത് നിന്ന് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയയെ ഏറ്റവും സായിയായിട്ട് 24 മണിക്കൂർ എന്നല്ല, ജനിച്ചാൽ മരണം വരെ ഈ ശ്വാസം നിർത്താൻ പറ്റില്ല. നഖി കച്ചിക്ഷണം അവിജാതദൃഷ്ടത്തെ കർമ്മം. എടുത്ത ശ്വാസം വിടാതിരിക്കാൻ പറ്റില്ല, വിട്ട ശ്വാസം എടുക്കാതിരിക്കാൻ പറ്റില്ല. ഈവൻ ഉറക്കത്തിലാണെങ്കിലും, ബോധമില്ലാതെ കിടന്നുറങ്ങിയാലും ഈ ശ്വാസഗതിയാണ് ഈശ്വരനെ നമ്മുടെ ശരീരത്ത് വർദ്ധിപ്പിക്കുന്നത്. നമ്മൾ മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചാലും ജഡരാഗ്നി ആക്കിക്കൊണ്ട് അതിനെ ദഹിപ്പിച്ച് സാംശീകരിച്ച് വേണ്ടതും വേണ്ടാത്തതും തിരിക്കുന്നതും ആരാ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്തായിരിക്കുന്ന ആ മഹേശ്വരൻ. ആ ലോക മഹേശ്വരൻ തന്നെയാണ് ഈ ലോകത്തെ പരിപാലിക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ അധ്വാനമൊന്നും വേണ്ട. അതാണ് രമണ മഹർഷി പറഞ്ഞ അയ്യേ അതിസുലഭം നമ്മുടെ കൈകളിലാണ്. കരതല മലകം പോലെ നെല്ലിക്ക കയ്യിലിരുന്നിട്ട് നെല്ലിക്ക അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? അത് സാക്ഷാത്കരിക്കണമെങ്കിൽ എന്ത് തിരക്കുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് ഇതിനൊന്നും സമയമില്ല എന്ന് പറഞ്ഞാൽ, ഈ ജന്മം അല്ല, നിങ്ങൾ എന്ന് വരെ സമയം ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന അന്ന് വരെ നിങ്ങൾ ജാതസ്യ ഹി ധ്രുവോ മൃത്യോ ധ്രുവം ജന്മ മൃതസ്യ തസ്മാത പരിഹാരാർത്ഥേനത്വം ശൂചിതുമർഹസി. അതുകൊണ്ട് ഈ ജന്മത്തിൽ ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ സാക്ഷാത്കരിക്കാണ് ഗീത പറയുന്നത്. അത് സാക്ഷാത്കരിച്ചാൽ പിന്നെ പോക്കുവരവ് വേണ്ട. ഭഗവാന്റെ അടുത്ത് പോയിരിക്കാം. ആ അവസ്ഥ ഭഗവാൻ ഏറ്റവും വലിയ നമ്മുടെ സുഹൃത്തായിട്ട് നമ്മളെ നയിക്കുന്നവനുമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന് ഭഗവാൻ നിശ്ചയിക്കും നമ്മൾ എപ്പോൾ പോകണം, എപ്പോഴാണ് നമ്മുടെ കർമ്മം പൂർത്തിയാക്കുന്നത്. അതനുസരിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതഗതി നടക്കുക. പിന്നെ നമ്മളെ നയിക്കുന്നത് ആ പാർത്ഥസാരഥി ആയിരിക്കണം. എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, എന്ത് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ, എന്ത് പറയണമെങ്കിൽ, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ഭഗവാൻ തീരും. നമ്മളിപ്പോൾ ഈ ഭഗവാനെ കൂട്ടിക്കെട്ടി തൻ്റെ സ്വഭാവം കൊണ്ട് കൂട്ടിക്കെട്ടി വരിഞ്ഞു പൊറുക്ക് വരുണവാസം കൊണ്ട് ബന്ധിച്ചിരുത്തേക്കാം. രാവിലെ എഴുന്നേറ്റാൽ കിടന്നുറങ്ങുമ്പോൾ സുഖമായിട്ട് കിടന്നുറങ്ങും അല്ലേ? തലകാല ബോധമില്ലാതെ കിടന്നുറങ്ങും. നല്ലോണം ഉറങ്ങിയ ഒരാളെ കൊണ്ടുപോയിട്ട് വേറെ എവിടെ കൊണ്ട് കെടുത്തിയാലും അറിയോ?
എഴുന്നേറ്റ് വന്നാൽ പിന്നെ ഞാൻ എൻ്റെ 2 കുറ്റിയിൽ അടിക്കും. പിന്നെ എണീക്കണമെങ്കിൽ ഞാൻ പറയും, പല്ല് തേക്കണമെങ്കിൽ ആരെങ്കിലും പറയണം, എന്ത് ചെയ്യണമെങ്കിലും വേണ്ടില്ല, അത് ചെയ്യും ഇത് ചെയ്യുക. പിന്നെ നമ്മളെ കൺട്രോൾ 50% നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുമെങ്കിലും യഥാർത്ഥ ഈശ്വരശക്തി പ്രവർത്തിക്കുന്നത് നമ്മൾ സുഷുപ്തിയിൽ. അതുകൊണ്ടാണ് സുഖമായിട്ട് നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ പറയാറില്ലേ, എന്നാൽ സുഖമായിട്ട് ഉറങ്ങിയത് അല്ലേ. ഈ ബോധമില്ലാതെ കിടന്നുറപ്പ് ഈ സുഖം അനുഭവിച്ചതാരാ? ആരാ അനുഭവിച്ചത്? നിങ്ങൾ അനുഭവിച്ച ശരീരം കൊണ്ട് അനുഭവിക്കുന്നതല്ലേ അനുഭവിക്കുക അല്ലേ. ആത്മാവിൻ്റെ സ്വരൂപം എന്താ? സുഖസ്വരൂപ, ശാന്തി സ്വരൂപ. ആ ആത്മാവാണ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഞാൻ സുഖമായിട്ട് ഉറങ്ങി. ഇത് ജീവിച്ചിരിക്കുമ്പം ജാഗ്രത ആയിരിക്കുമ്പോഴും നിങ്ങൾക്ക് സുഖമായിട്ടിരിക്കാം. അപ്പോഴാണ് നിങ്ങൾ ഈശ്വരൻ്റെ ഭാവത്തിലെത്തുന്നത്. ഭഗവാന്റെ അടുത്തേ സ്വർണ്ണ കിരീടം കൊണ്ടുവച്ചാലും തുളസിപ്പൂ ഭക്തിയോട് കൊണ്ട് സമർപ്പിച്ചാലും ഗുരുവായൂരപ്പൻ്റെ കണ്ണ് മഞ്ഞളിക്കാറില്ല. നമ്മുടെ കണ്ണ് മഞ്ഞളിക്കും അല്ലേ. കൊണ്ടുവയ്ക്കുന്ന ആളുടെ ഫോട്ടോയും അത് സ്വീകരിക്കുന്ന ആളുടെ ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ പരസ്യമായില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്യാമറക്കാരെയും കൊണ്ടായിരിക്കും വരുന്നവർ തന്നെ കൊണ്ടുവരാൻ. ഞാൻ കിരീടം ഗുരുവായൂരപ്പന് സമർപ്പിച്ചു എന്ന് പറയും അല്ലേ. ഗുരുവായൂരപ്പന് വല്ല മാറ്റം ഉണ്ടാവും? ആ പ്രസന്നക്ക് അതിലും കൈവിടാതെ അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കാൻ. ഇതാണ് ശാന്തി സ്വരൂപം. മൺകട്ട കണ്ടാലും തുളസിപ്പൂ കണ്ടാലും സ്വർണ്ണക്കിരീടം കണ്ടാലും സ്വർണ്ണപാത്രത്തിൽ പായസം കൊണ്ട് നേദിച്ചാലും ഭഗവാൻ അത് തൊടാറില്ല. ഈ ആത്മാവിന് ഈ പറയുന്നതൊന്നും വേണ്ട. അതാണ് അത് സ്ഥായിയായ സ്വഭാവം, അതിൻ്റെ ശാന്തി സ്വരൂപം. അത് എത്തണമെന്നുണ്ടെങ്കിലോ ഈശ്വരനെ നമ്മുടെ ഉള്ളിൽ സാക്ഷാത്കരിച്ചാലേ നമുക്ക് എല്ലായിടത്തും ഈശ്വരനെ കാണാൻ സാധിക്കും. അപ്പോഴും ഈശ്വരൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ പിന്നെ കേൾക്കുന്നതൊക്കെ ഈശ്വരൻ്റെ ശബ്ദമായിരിക്കും, അറിയുന്നതൊക്കെ ഈശ്വരൻ്റെ പ്രസാദമായിട്ട് മാറും, അതൊക്കെ സ്വാദിഷ്ടമായിട്ട് മാറും. നമ്മൾ സ്പർശിക്കുന്നതൊക്കെ ഈശ്വരനായിട്ട് മാറും. നമ്മുടെ കർമ്മേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ ഈശ്വരന് വേണ്ടിയിട്ട് കർമ്മ ചെയ്യുന്നതായിട്ട് മാറും. അപ്പം അങ്ങനെ സാക്ഷാത്കരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൂടെ തന്നെ സാക്ഷാത്കരിക്കാനാണ് ഭഗവാൻ പറയണേ. അപ്പോഴാണ് ഭക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മറിച്ച്. നമ്മൾ ഈ ഓടി നടക്കുന്ന എന്തിനുമായിട്ടാ വേഷം കെട്ടി അല്ലേ? ഭഗവാൻ നമ്മുടെ വേഷം കാണാനായിരിക്കണേ. നമ്മൾ വേഷം കെട്ടിയിട്ട് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഓടുന്നത് അല്ലേ. അവിടെ സമാധാനമായിട്ടിരിക്കുന്ന ആരാ? ഈശ്വരൻ മാത്രമുണ്ട്. നമുക്കോ സമാധാനം ഇല്ല. എന്നാൽ അവിടുന്ന് വന്നാൽ സമാധാനമാവുമോ? നിങ്ങൾ സുഖമായിട്ട് 5 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഗുരുവായൂരപ്പനെ കണ്ടിട്ടാ വരണേന്ന് പറഞ്ഞു അല്ലേ. നിങ്ങൾ 5 മണിക്കൂർ ക്യൂ നിന്നിട്ട് ആ പ്രസാദം ഗുരുവായൂരപ്പനെ കണ്ട് സന്തോഷമായിട്ട് പുറത്തു വന്നു എന്ന് വിചാരിക്കുക. പുറത്തു വന്നിട്ട് നിങ്ങൾ വച്ചിരിക്കുന്ന ബാഗോ ചെരുപ്പോ പോയാൽ മതി. പിന്നെ ഗുരുവായൂരപ്പനെ കണ്ട സന്തോഷമൊക്കെ പോയി. ആ ഗുരുവായൂരപ്പനെ കാണാൻ പോയിട്ട് എൻ്റെ ചെരുപ്പ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു തുടക്കും. കാണുന്നവരോടും വീട്ടുകാരോടും നാട്ടുകാരോടൊക്കെ എൻ്റെ ചെരുപ്പ് പോയി എന്നാൽ ഇതിനിടയ്ക്ക് ഞാൻ ഗുരുവായൂരപ്പനെ സുഖമായിട്ട് കണ്ടു എന്ന് പറയും ആരെങ്കിലും? ഇതാണ് മായ എന്ന് പറയുന്നത്. ആ ഗുരുവായൂർ ഗീതാ പ്രത്യക്ഷമാണ്. ഇതിൽ പറയുന്നുണ്ട്, ദൈവാസുര സമ്പദ് വിഭാഗ യോഗം പറയുമ്പം ത്രിവിധം നരകസേതു എന്ന്. നരകത്തിലേക്ക് 3 വാതിലുകൾ. ഗുരുവായൂരകത്ത് കയറിയിട്ട് 3 വാതിലേ ഉള്ളൂ പുറത്തേക്ക് ഇറങ്ങി. ഒന്നുകൂടെ പിന്നെ നിങ്ങളെ വിടുകയില്ല, അതിലിങ്ങോട്ട് വരുന്നവരേ ഉള്ളൂ. പിന്നെ 2 കഥയ്ക്കൂടെ പുറത്തിറങ്ങാൻ പറ്റൂ. ഈ ഏത് കഥയ്ക്കൂടെ പുറത്തേക്ക് ഇറങ്ങിയാലും വേണ്ടില്ല. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.